ഏതാണ്ട് 46,000 അതിന് മുകളിലോ സാലറി കിട്ടാൻ. ഇനി KSEB-യിലാണെങ്കിലോ 35,000 അതിന് കൂടുതലോ സാലറി കിട്ടാൻ സാധ്യതയുള്ളതാണ്. നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള നിരവധി ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷനുകൾ വരാൻ പോവുകയാണ്. ഈ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് എന്ത് ഗുണം ചെയ്തു തരും, നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് ഈ ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷനുകൾ വരുന്നത് കൊണ്ട് ഉണ്ടാവുക? വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. 4 ചോദ്യത്തിന് ഉത്തരം ഈ ചോദ്യങ്ങളാണ്. അവ ഏതൊക്കെ പരീക്ഷകളാണ് ഡിഗ്രി ലെവലിൽ വരാൻ പോകുന്നത്, എന്തുകൊണ്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം, നിങ്ങളുടെ ജോലി സാധ്യത എത്രത്തോളമാണ്, അതേപോലെ തന്നെ തുടക്കക്കാർ എന്തൊക്കെ പഠിക്കണം, എന്ത് ചെയ്യണം, വളരെ ഡീറ്റെയിൽഡ് ആയി കൃത്യമായി നമുക്ക് ഈ കാര്യങ്ങളൊന്ന് അവലോകനം ചെയ്യാം. തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായി കാണുക. നിങ്ങൾക്ക് ഉപകാരമുള്ള കുറെ അധികം കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉണ്ടാവും. നമുക്ക് നേരെ നമ്മുടെ സെഷനിലേക്ക് പോയാൽ ഏതൊക്കെ ഡിഗ്രി ലെവൽ പരീക്ഷകളാണ് വരാനിരിക്കുന്നത്? മക്കളെ, ഏറ്റവും പ്രധാനപ്പെട്ടത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ 2 നോട്ടിഫിക്കേഷനുകളാണ് വരാനിരിക്കുന്നത്. 2 നോട്ടിഫിക്കേഷനുകൾ. അതിൽ ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ 13/3/2024 റാങ്ക് ലിസ്റ്റ് വന്ന നോട്ടിഫിക്കേഷനാണ്. സ്വാഭാവികമായിട്ടും 2027 മാർച്ച് മാസത്തോടുകൂടി പുതിയ നോട്ടിഫിക്കേഷൻ വരേണ്ടതുണ്ട്. അതേപോലെ മറ്റൊരു നോട്ടിഫിക്കേഷൻ 29/1/2024 റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത്. അതായത് 2027 ജനുവരിയിൽ എന്ത് ചെയ്യേണ്ടി വരും? പുതിയ റാങ്ക് ലിസ്റ്റ് വരേണ്ടി വരും. ഈ 2 റാങ്ക് ലിസ്റ്റുകൾ എന്തുകൊണ്ടാണ് 2 റാങ്ക് ലിസ്റ്റുകൾ? ഒന്ന്, ഗവൺമെന്റിന് കൂടുതൽ പ്രോഫിറ്റ് കൊടുക്കുന്ന കുറെ അധികം നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുള്ള KSFE, KSEB പോലെയുള്ള വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന നോട്ടിഫിക്കേഷനും, മറ്റൊന്ന് താരതമ്യേന ഗവൺമെന്റിന് കുറഞ്ഞ പ്രോഫിറ്റ് നൽകുന്ന എന്നാൽ വേക്കൻസികളും താരതമ്യേന കുറവുള്ള KSRTC പോലെയുള്ള കെൽട്രോൺ പോലെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്ന രണ്ടാമത്തെ നോട്ടിഫിക്കേഷനും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. 2027 മാർച്ച് മാസത്തോടു കൂടിയിട്ടാണ് പുതിയ റാങ്ക് ലിസ്റ്റ് വരേണ്ടത്. അതേപോലെ സബ് ഇൻസ്പെക്ടർ 2026 പുതിയ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് വരേണ്ടുന്ന ഒരു നോട്ടിഫിക്കേഷൻ. എക്സൈസ് ഇൻസ്പെക്ടർ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്? 2026 പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരേണ്ടത്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റും 2026 8 മാസത്തോടു കൂടി പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. അസിസ്റ്റന്റ് ഡയറക്ടർ നാഷണൽ സേവിങ്സിലാണെങ്കിലോ 2027 പുതിയ റാങ്ക് ലിസ്റ്റ് വരേണ്ടത്. അസിസ്റ്റന്റ് ജയിലറും 2026 പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. നിലവിൽ വന്നിട്ടുള്ള റാങ്ക് ലിസ്റ്റുകളുടെ ഡേറ്റുകളാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി വരാനുള്ള ഡേറ്റുകളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. അതായത് 2026-27 ഏതാണ്ട് ഇത്രയും എന്ന് പറഞ്ഞാൽ 7ഓളം നോട്ടിഫിക്കേഷനുകൾ ഡിഗ്രി ലെവലിൽ ഉണ്ടാവേണ്ടതുണ്ട് റാങ്ക് ലിസ്റ്റ് വരാനായിട്ട്. അപ്പൊ 2025 അവസാനത്തോടെയും 2026 ആദ്യത്തോടെയും പുതിയ ഇത്രയും നോട്ടിഫിക്കേഷനുകൾ വരാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ 2026 ഡിഗ്രി പ്രിലിംസിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് നിരവധി അവസരങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു വർഷമാണ് 2026. നിരവധി നോട്ടിഫിക്കേഷനുകൾ ഡിഗ്രി ലെവലിൽ നല്ല സാലറിയോടെ നിങ്ങളെ കാത്തിരിപ്പുണ്ട് എന്നുള്ളതാണ്. ഇനി മക്കളെ നോക്കിയടാ, അതിൽ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ്. അതിന്റെ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് വന്നിരിക്കുന്നത് നോക്കി 2022 ഫെബ്രുവരി മാസമാണ് ആ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതായത് കേരള ഫിനാൻഷ്യൽ എന്റർപ്രൈസസ്, അതായത് KSFE, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് KSFE, KSEB, ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട KSEB, അതേപോലെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, പെട്രോളുമായി ബന്ധപ്പെട്ട കാഷ്യൂ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട നിരവധി കമ്പനി ബോർഡുകളിലേക്ക് വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ് ഒന്നാമത്തേത്. ലാസ്റ്റ് 026/2022 എന്ന് പറഞ്ഞുകൊണ്ട് നിലവിൽ നിയമനം നടന്നുകൊണ്ടിരിക്കുന്ന റാങ്ക് ലിസ്റ്റ്. ഇത് ഏത് പോസ്റ്റിലേക്കാണ്? ജൂനിയർ അസിസ്റ്റന്റ് ക്യാഷ്യർ, അസിസ്റ്റന്റ് ഗ്രേഡ് 2, ക്ലർക്ക് ഗ്രേഡ് 1, ടൈം കീപ്പർ ഗ്രേഡ് 2, സീനിയർ അസിസ്റ്റന്റ്, അസിസ്റ്റന്റ്, ജൂനിയർ ക്ലർക്ക് തുടങ്ങിയ വിവിധ പോസ്റ്റുകളിലേക്ക്. അത് ഓരോ കോർപ്പറേഷനുകളിലും പലതരത്തിലുള്ള പേരുകളിലായിരിക്കും ആ ഒരു പോസ്റ്റ് അറിയപ്പെടുക. ഇതിലേക്കായിരിക്കും എന്ത് ചെയ്യുക? നിങ്ങൾ നിയമനം അറിയിക്കപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ എത്തിച്ചേരുക ഈ പോസ്റ്റുകളിലേക്കായിരിക്കും. അവിടുത്തെ സ്കെയിൽ ഓഫ് പേ പല സ്ഥലങ്ങളിലും പലതാണ്. ഞാൻ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് ഓരോ സ്ഥലത്തും കിട്ടുന്ന സ്കെയിൽ ഓഫ് പേ എത്രയാണ്, എത്ര സാലറി കിട്ടാം എന്നുള്ള കാര്യവും കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ വീഡിയോ എന്ത് ചെയ്യുക? മുന്നോട്ട് പോകുന്നത് വരെ കൃത്യമായിട്ട് കേൾക്കാനായിട്ട് ശ്രമിക്കുക. വേക്കൻസി ഇതുവരെയായിട്ടും എസ്റ്റിമേറ്റ് ചെയ്തിട്ടുമില്ല. അതായത് ഇനി വരാനിരിക്കുന്ന റാങ്ക് ലിസ്റ്റിലും എസ്റ്റിമേറ്റഡ് വേക്കൻസി എന്ന് മാത്രമായിരിക്കും എന്ത് ചെയ്യുക? കാണപ്പെടുക. ഇനി മറ്റൊരു നോട്ടിഫിക്കേഷൻ നോക്കിയാൽ 2021 653 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ. ഇത് 2021 ഡിസംബർ മാസമാണ് നിലവിൽ വന്നത്. അതായത് ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ള ഇനിയും എന്താണ് ഈ വർഷം അവസാനത്തോടു കൂടി നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാൻ കഴിയുന്ന കമ്പനി ബോർഡിന്റെ രണ്ടാമത്തേത്. അവിടെ KSRTC, അതേപോലെ കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ്, ഫാമിംഗ് കോർപ്പറേഷന്, അതേപോലെ ഹെഡ് ലോഡ് വർക്കേഴ്സ്, ഇത്തരത്തിലുള്ള പോസ്റ്റുകളിലേക്കായിരിക്കും എന്ത് ചെയ്യാം? ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരം
പ്രകാരം നിങ്ങൾക്ക് നിയമനം കിട്ടുക. ഇവിടെയും ഇതേ പറയുന്ന പേരിൽ തന്നെ അറിയപ്പെടും. അവിടെയും സ്കെയിൽ ഓഫ് പേ ഓരോ സ്ഥലത്തിനും വ്യത്യസ്തമായിട്ടായിരിക്കും എന്ത് ചെയ്യുക നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പൊ 2 നോട്ടിഫിക്കേഷനുകളാണ്. അപ്പൊ ഇതിന്റെ വേക്കൻസി എത്രത്തോളം ആയിരിക്കും മക്കളെ? ഇതിന്റെ വേക്കൻസി കൃത്യമായിട്ടൊന്ന് പരിശോധിച്ചാൽ ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ KSEB KSFE പോലെയുള്ള പോസ്റ്റുകളിലേക്കാണെങ്കിൽ നിലവിൽ, അതായത് 2024 മാർച്ച് മാസം 13-ാം തീയതി നിലവിൽ വന്ന് ഇപ്പോൾ 2025 സെപ്റ്റംബർ മാസം മാത്രമേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് 1.5 വർഷം മാത്രമേ ഈ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ. അതിനുള്ളിൽ 1621 പേർക്ക് നിയമനം കിട്ടിയിട്ടുണ്ട്. 1621 പേർക്ക് നിയമനം കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തേതാണെങ്കിലോ, അതായത് KSRTC KLDB ഇതേപോലെയുള്ള പോസ്റ്റുകളിലേക്കാണ് എങ്കിൽ 29/1/2024 വന്നു. 1.5 വർഷം കഴിഞ്ഞിട്ടുണ്ട്. 792 വേക്കൻസികൾ നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഫില്ലായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ 2413 വേക്കൻസികൾ 2413 വേക്കൻസികൾ നിലവിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുക. അപ്പൊ നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ നിങ്ങളുടെ സാധ്യത കൂടുതലാണ്. അപ്പൊ എത്രത്തോളം സാധ്യതയുണ്ട് എന്ന് ചോദിച്ചാൽ സാധ്യത വളരെ 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 കൂടുതലാണ് എന്ന് പറയേണ്ടി വരും. അതായത് ഇനിയും 1.5 വർഷം കൂടി റാങ്ക് ലിസ്റ്റ് തീരുമ്പോൾ ഏതാണ്ട് 3500-ലധികം നിയമനങ്ങൾ നടക്കാൻ തീർച്ചയായിട്ടും സാധ്യതയുള്ള ഒരു റാങ്ക് ലിസ്റ്റ് ആയിട്ട് ഇതിനെ രണ്ടിനെയും നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഇനി ഞാൻ നിങ്ങളുടെ സാധ്യത കൃത്യമായിട്ടൊന്ന് പറഞ്ഞുതരാം. അതായത് മക്കളെ നോക്കിക്കണം, ഏതാണ്ട് 4 ലക്ഷം ആളുകളാണ് പരീക്ഷയ്ക്ക് വേണ്ടി കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന് വേണ്ടി അപ്ലൈ ചെയ്തത്. 4 ലക്ഷം പേര്. എത്ര പേര് എഴുതിയിട്ടില്ല? 2 ലക്ഷം പേര് മാത്രമേ ഡിഗ്രി പ്രിലിംസ് പരീക്ഷ എഴുതിയുള്ളൂ. അതെന്തുമായിക്കോട്ടെ, അപ്ലൈ ചെയ്ത 4 ലക്ഷം പേര്. അപ്പൊ ഇപ്പോഴും 4 ലക്ഷം പേരാണ് അപ്ലൈ ചെയ്യാൻ സാധ്യത. നമുക്ക് ഏകദേശം 4000 വേക്കൻസി നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. 4000 വേക്കൻസി നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. അപ്പം 4 ലക്ഷം പേര് 4000 വേക്കൻസിക്ക് വേണ്ടി കോമ്പീറ്റ് ചെയ്താൽ മക്കളെ കൃത്യമായിട്ട് നോക്കിയിടാം, 100 വേക്കൻസി അല്ലെങ്കിൽ 100 പേര് ഒരു വേക്കൻസിക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണ്. അതായത് ഒരു വേക്കൻസിക്ക് വേണ്ടി കോമ്പറ്റീഷൻ എത്രയേ ഉള്ളൂ? 100 പേര് മാത്രമേ ഉള്ളൂ. അതേസമയം തന്നെ ഒരു നമ്മുടെ അസിസ്റ്റന്റ്, ഈ പറയുന്ന സെക്രട്ടറി അസിസ്റ്റന്റ് ആണെങ്കിലോ 1000 പേരായിരിക്കും ചിലപ്പോൾ ഒരു വേക്കൻസിക്ക് വേണ്ടി കോമ്പീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 800 പേരായിരിക്കും ഒരു വേക്കൻസിക്ക് വേണ്ടി കോമ്പീറ്റ് ചെയ്യുക. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിലോ അവിടെയും 800 പേരായിരിക്കും ഒരു വേക്കൻസിക്ക് വേണ്ടി കോമ്പീറ്റ് ചെയ്യുക. പക്ഷേ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ് എങ്കിൽ 100 പേരാണ് ഒരു വേക്കൻസിക്ക് വേണ്ടി എന്ത് ചെയ്യുക? കോമ്പീറ്റ് ചെയ്യുക. 100 പേര് ഒരു വേക്കൻസിക്ക് വേണ്ടി കോമ്പീറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ സാധ്യത അത്രയും കൂടുതലാണ്. അത്രയും എനർജറ്റിക് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും 2027 വരാനിരിക്കുന്ന പുതിയ റാങ്ക് ലിസ്റ്റിന് ആദ്യം തന്നെ നിങ്ങൾ കാണും, നിങ്ങൾക്ക് ജോലി ഉറപ്പിക്കാനായിട്ടും കഴിയുമെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പം ഈ പറയുന്ന ഒരു സാധ്യത നിങ്ങൾ വിട്ടുകളയരുത്. കൃത്യമായിട്ട് ഈ സാധ്യത മനസ്സിലാക്കി വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഇനി മക്കളെ നോക്കിയിടാം, ഇതിന്റെ ഏജ് ലിമിറ്റ് എത്രയാണ്? 18 വയസ്സിനും 36 വയസ്സിനും ഇടയിൽ പ്രായമുള്ള 18 വയസ്സിനും 36 വയസ്സിനും ഇടയിൽ പ്രായമുള്ള എല്ലാവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്നാൽ നിങ്ങൾ ഒരു OBC കാറ്റഗറി ആണെങ്കിൽ 39 വയസ്സ് വരെയും, നിങ്ങൾ SC/ST കാറ്റഗറി ആണെങ്കിൽ 41 വയസ്സ് വരെയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇനി വരാനിരിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ ഏജ് ലിമിറ്റ് എത്രയാണ്? 2025 ഡിസംബറിൽ മുമ്പായിട്ട് അല്ലെങ്കിൽ ഡിസംബറോടുകൂടി ഈ പറയുന്ന നോട്ടിഫിക്കേഷൻസ് വരികയാണ് എങ്കിൽ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ച എല്ലാവർക്കും ഈ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. OBC ആണ് എങ്കിൽ 2/1/1986 1/1/2007 ഇടയിൽ ജനിച്ച ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. SC/ST കാറ്റഗറി ആണെങ്കിൽ 2/1/1984 1/1/2007 ഇടയിൽ ജനിച്ച ആളുകൾക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ജോലി ഉറപ്പിക്കാനായിട്ടും പറ്റും. ഇനി ഇതിന്റെ മറ്റ് സാലറി ഡീറ്റെയിൽസിലേക്ക് വന്നാൽ മക്കളെ, KSFE-ലാണ് നിങ്ങൾക്ക് ജോലി കിട്ടാനായിട്ട് പോകുന്നത് എങ്കിൽ ഏതാണ്ട് നിലവിലത്തെ ഞാൻ നമ്മുടെ കുട്ടികളോടൊക്കെ ചോദിച്ചപ്പോൾ ഏതാണ്ട് 46,000 അതിന് മുകളിലോ സാലറി കിട്ടാൻ, അത് പല ബ്രാഞ്ചുകളിലും ചിലപ്പോൾ ചില വേരിയേഷൻസ് വന്നേക്കാം, എന്നാലും 45,000 മുകളിലായിട്ട് സാലറി കിട്ടാനായിട്ട് സാധ്യതയുള്ളതാണ് KSFE അസിസ്റ്റന്റ് എന്ന് പറയുക. ഇനി KSEB-യിലാണെങ്കിലോ 35,000 അതിന് കൂടുതലോ സാലറി കിട്ടാൻ സാധ്യതയുള്ളതാണ് KSEB. KMML ആണെങ്കിലോ കേരള മിനറൽസുമായി ബന്ധപ്പെട്ട് വരുന്നതാണെങ്കിൽ ഏറ്റവും കൂടുതൽ സാലറി കിട്ടാൻ സാധ്യതയുള്ള ഏതാണ്ട് 48,000-ലധികം 50,000-ലധികം സാലറി കിട്ടാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ്. ഇനി ഹെഡ് ലോഡ് വർക്കേഴ്സ് ആണെങ്കിൽ 32,000-ലധികം, ഫാർമസ്യൂട്ടിക്കൽ ആണെങ്കിൽ 30,000-ലധികം, അതായത് ഏതാണ്ട് 30,000-ഓട് അടുത്ത് സാലറി ഉറപ്പായിട്ട് മെൻഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഏത്? ഈ പറയുന്ന കോർപ്പറേഷൻ അസിസ്റ്റന്റ്. അപ്പൊ ഇതിൽ ഏത് കിട്ടിയാലും ഏതാണ്ട് 30,000 ആവറേജ് സാലറി കിട്ടാനായിട്ട് സാധ്യതയുള്ളത് തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ സാധ്യത കൂടുതലാണ്. നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാൽ പ്രയോജനം കിട്ടുന്നതാണ്. ഇനി നിങ്ങളുടെ മുന്നിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് ധാരാളം സമയമുണ്ട്.
ഇതിൽ തുടക്കക്കാർ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്? മക്കളെ, ഇതിന് 2 ഘട്ടമുണ്ട്. പ്രിലിംസ് കം മെയിൻസ്, അല്ലെ? പ്രിലിംസും ഉണ്ട്, മെയിൻസും ഉണ്ട്. പ്രിലിംസിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? മെയിൻസും കൂടി പ്രിപ്പയർ ചെയ്ത് പോകണം. അപ്പൊ ആദ്യ ഘട്ടം പ്രിലിംസ് ആണ്. അത് ഏകദേശം ഒരു മെയ് ജൂൺ മാസങ്ങളിലാണ് പ്രിലിംസ് പരീക്ഷ നടക്കാൻ സാധ്യതയുള്ളത്. മെയ് ജൂൺ മാസങ്ങളിലാണ് പ്രിലിംസ് പരീക്ഷ നടക്കാനായിട്ട് സാധ്യതയുള്ളത്. ഇന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇത് സെപ്റ്റംബർ ആണ്, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, അല്ലെ? ഏകദേശം 7 മുതൽ 8 മാസം വരെ, അല്ലെ? 7 മുതൽ 8 മാസം വരെയാണ് നിങ്ങൾക്ക് പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ കഴിയുക. ദെൻ മെയിൻസിന് വേണ്ടി വീണ്ടും ഒരു 2-3 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയേക്കാം. അപ്പൊ നിങ്ങളുടെ മുന്നിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 7 അല്ലെങ്കിൽ 8 മാസങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ ഹിസ്റ്ററി 10 മാർക്കിന് ചോദിക്കാം. അപ്പൊ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ദെൻ ജോഗ്രഫിയിൽ നിന്ന് 5 ചോദ്യങ്ങൾ, എക്കണോമിക്സിൽ നിന്ന് 5 ചോദ്യങ്ങൾ, സിവിക്സിൽ നിന്ന് 5 ചോദ്യങ്ങൾ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് 5 ചോദ്യങ്ങൾ, ദെൻ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് അതിൽ നിന്ന് 10 ചോദ്യങ്ങൾ, ദെൻ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 5 ചോദ്യങ്ങൾ, സയൻസ് ആൻഡ് ടെക്നോളജി 5 ചോദ്യങ്ങൾ, മാത്സിൽ നിന്ന് 20 ചോദ്യങ്ങൾ, അതേപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷിൽ നിന്ന് 20 ചോദ്യങ്ങൾ, റീജിയണൽ ലാംഗ്വേജിങ് മലയാളത്തിൽ നിന്ന് 10 ചോദ്യങ്ങൾ. ഇങ്ങനെയാണ് വരിക. അതിൽ ഈ പറയുന്ന MEM അല്ലെങ്കിൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അതിൽ നിന്ന് 50 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ടോപ്പിക് ഐഡന്റിഫൈ ചെയ്ത് പഠിക്കുന്നതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. മക്കളെ, കഴിഞ്ഞ ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഏതാണ്ട് 13 ഡിഗ്രി പ്രിലിംസ് പരീക്ഷകൾ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. 2022 മുതൽ 13 ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷകൾ നടന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ഏത് ടോപ്പിക്കാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കി ആ ടോപ്പിക്കുകൾക്ക് പ്രയോറിറ്റി കൊടുത്ത് പഠിച്ചാൽ തീർച്ചയായിട്ടും 2026 ഡിഗ്രി പ്രിലിംസ് പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ ആ ഒരു അനാലിസിസ് നടത്താം. നമ്മൾ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന് വേണ്ടി അത്തരത്തിലൊരു 50 ടോപ്പിക്കുകൾ ഐഡന്റിഫൈ ചെയ്ത് കൊടുത്തു. ആ 50 ടോപ്പിക്കുകളിൽ നിന്ന് ഏതാണ്ട് ജി കെയിൽ നിന്ന് മാത്രം ഏതാണ്ട് 35-ലധികം ചോദ്യങ്ങൾ ചോദിച്ചു. അത് ആ ഒരു യഥാർത്ഥതയിൽ പറയുകയാണ്. ഇനിയും കൃത്യമായിട്ട് ഈ 13 ക്വസ്റ്റ്യൻ പേപ്പറുകളും അനലൈസ് ചെയ്ത് ഏതൊക്കെ ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ കമന്റുകൾ വരുന്ന അനുസരിച്ച് മാത്രമായിരിക്കും ആ ഒരു സെഷൻ ചെയ്യുക. കാരണം അത്രയും ഹാർഡ് വർക്ക് വേണ്ടുന്ന, അത്രയും എഫേർട്ട് വേണ്ടുന്ന ഒരു പരിപാടിയാണ്. കൃത്യമായി അനലൈസ് ചെയ്ത് AI ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കി കാര്യങ്ങളെ കൃത്യമായിട്ട് ഗവേഷണം നടത്തി മാത്രമേ ആ ഒരു സെഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. മാക്സിമം റീച്ച് ഈ വീഡിയോക്ക് നിങ്ങൾ ഉണ്ടാക്കുക. അതിലൂടെ മാക്സിമം ആളുകൾ റെക്കമെൻഡ് ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ എന്ത് ചെയ്യാം, നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങളുടെ റെസ്പോൺസ് എനിക്ക് അറിയണം. അതറിയണമെങ്കിൽ താഴെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. ഇപ്പൊ ഈ ഒരു എക്സാമിന് വേണ്ടി കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റിനും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനും SIക്കും ഇനിയും LGS ഉൾപ്പെടെയുള്ള പോസ്റ്റുകൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ബാച്ച് നമുക്ക് അവൈലബിൾ ആണ്. ഈ ബാച്ചിൽ നിലവിൽ നമ്മുടെ ബാച്ച് ഫിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ചുരുക്കം സീറ്റുകൾ കൂടി മാത്രമേ ഈ ബാച്ചിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ എത്രയും വേഗം നിങ്ങൾക്ക് ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അധികം താമസിക്കാതെ ഈ ബാച്ച് നമ്മൾ ക്ലോസ് ചെയ്യും. ഈ ബാച്ചിൽ കൃത്യമായിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കും. കൃത്യമായിട്ട് PDF നോട്ടുകൾ, പ്രിന്റ് എടുത്ത് പഠിക്കാൻ കഴിയുന്ന PDF നോട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കും. അതിനോടൊപ്പം തന്നെ കൃത്യമായുള്ള മെന്റർഷിപ്പ്, മോട്ടിവേഷണൽ സെഷനുകൾ, അങ്ങനെ എല്ലാമായിട്ടുള്ള അടിപൊളി ബാച്ചാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ളത്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് മാത്രമല്ല, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ തുടങ്ങിയ എല്ലാ ഡിഗ്രി ലെവൽ പോസ്റ്റുകളിലേക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ ഒരൊറ്റ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാം. പല ഫീസ് കൊടുത്ത് പഠിക്കേണ്ട. അതിനോടൊപ്പം തന്നെ നിങ്ങൾ VFAക്ക് പഠിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് ബെക്കോ LDക്ക് പഠിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് കമ്പനി ബോർഡ് LGSന് പഠിക്കുന്നവരാണെങ്കിൽ അതിന്റെ എല്ലാം എക്സ്ട്രാ ക്ലാസ്സുകൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു ബാച്ചിൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ഓൾ ഇൻ വൺ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ബാച്ചിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാവും. ഈ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് പറഞ്ഞു തരും. അല്ല എങ്കിൽ നിങ്ങൾ 8281 223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക കേട്ടോ. 8281 223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക. എത്രയും വേഗം ബാച്ചിൽ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കാം. നിങ്ങൾക്ക് ഞാൻ മുമ്പേ പറഞ്ഞ വീഡിയോ ആവശ്യമാണെങ്കിൽ താഴെ എന്ത് ചെയ്യുക, കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.